BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. ഹിജാബ് ധരിച്ചാണ് ആർട്സ് ഡേയിൽ പങ്കെടുത്തത്. മന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നു. കോടതിയെ സമീപിക്കുവാൻ റിതാസ് സ്കൂൾ. പള്ളുരുത്തി സെന്റ് റിതാസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ പ്രതികരിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന സർക്കാരിന് രേഖാമൂലം മറുപടി നൽകിയതായി പ്രിൻസിപ്പൽ അറിയിച്ചു. സ്കൂളിന് നോട്ടീസൊന്നും ലഭിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന വ്യക്തമാക്കി. കുട്ടിയെ പുറത്താക്കിയിട്ടില്ല. ഹിജാബ് ധരിച്ചു തന്നെയാണ് ആർട്സ് ഡേയിൽ പങ്കെടുത്തത്. മന്ത്രി കാര്യങ്ങൾ പഠിക്കാതെയാണ് പറയുന്നത്. DDE നൽകിയത് സത്യവിരുദ്ധമായ റിപ്പോർട്ടാണ്. യൂണിഫോം നിശ്ചയിക്കുവാൻ സ്കൂൾ മാനേജ്മെന്റിന് അധികാരമുണ്ട്. കുട്ടിക്ക് പഠനം നിഷേധിച്ചിട്ടില്ലെന്നും സിസ്റ്റർ ഹെലീന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചത് കാര്യമറിയാതെയാണ്. സ്കൂളിന് എല്ലാ കുട്ടികളും ഒരുപോലെയാണെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്കൂൾ PTA പ്രസിഡന്റ് രംഗത്തെത്തി. സ്കൂൾ യൂണിഫോം ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറഞ്ഞു. മുൻ നിലപാടിൽ നിന്നും ഒരു മാറ്റവുമില്ല. കുട്ടിയുടെ അവകാശത്തിന് മുകളിലാണ് സ്കൂളിന്റെ അവകാശം. സ്കൂൾ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്താമെന്ന് കുട്ടിയും രക്ഷിതാവും സമ്മതിച്ചതാണ്. പിന്നീട് മന്ത്രി പ്രതികരണവുമായി എത്തിയത് ശരിയായില്ലെന്നും PTA പ്രസിഡന്റ് വ്യക്തമാക്കി. കുട്ടിയുടെ അവകാശം പോലെ സ്കൂളിനും അവകാശമുണ്ട്. ഇങ്ങനെയുള്ള മന്ത്രിമാരെ വിദ്യാഭ്യാസം പോലുള്ള വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കേണ്ടേ? മുഖ്യമന്ത്രി നല്ല ശുദ്ധമായ കൈകളിലല്ലേ ഇതെല്ലാം കൊടുക്കേണ്ടത്? മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹൈക്കോടതി വിധിയെ തടുക്കുവാൻ മന്ത്രിക്ക് പറ്റില്ലല്ലോ. സ്കൂൾ നിയമം തടുക്കുവാൻ മന്ത്രിക്ക് അവകാശമില്ല. സ്കൂളിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് കുട്ടി ഇവിടെ തന്നെ തുടർന്ന് പഠിക്കണമെന്നാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം. കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടി ഈ സ്കൂളിൽ തന്നെ പഠിക്കും. കുട്ടിയുടെ അവകാശ ലംഘനത്തെക്കാൾ സ്ഥാപനത്തിന്റെ അവകാശത്തെക്കുറിച്ച് 2018 വിധിയിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പരിശോധിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ തുടർന്നും പ്രവർത്തിക്കണം എന്നാണ് PTA ആഗ്രഹിക്കുന്നത്. ഒരാൾക്ക് മാത്രമായി ഇളവ് ചെയ്യേണ്ട കാര്യമില്ല. മന്ത്രി ഇതൊക്കെ പറയുന്നതിന് മുൻപേ കാര്യങ്ങൾ ആലോചിക്കേണ്ടേ? മന്ത്രിയെ വിജയിപ്പിക്കുന്നത് ജനങ്ങളാണ്. സ്കൂൾ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന് കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മന്ത്രിക്ക് ഇതിലെന്താണ് കാര്യമെന്നും ജോഷി കൈതവളപ്പിൽ ചോദിച്ചു. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. കുട്ടിയോ രക്ഷിതാവോ ശിരോവസ്ത്രം വേണ്ടെന്ന് പറയുന്നതുവരെ ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലിരുന്ന് പഠിക്കുവാൻ കുട്ടിക്ക് അവകാശമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കുവാൻ പാടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. അഗളിയിൽ കഞ്ചാവ് വേട്ട. 3 മാസം പ്രായമായ 10,000-ഓളം കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു. പാലക്കാട് അഗളിയിൽ കഞ്ചാവ് കൃഷി. സത്യക്കല്ലുമലയുടെ താഴ്വാരത്ത് 60 സെന്റ് സ്ഥലത്തായിരുന്നു കൃഷി. കൃഷി ചെയ്ത 10,000-ഓളം കഞ്ചാവ് ചെടികളും അന്വേഷണ സംഘം കണ്ടെത്തി നശിപ്പിച്ചു. പാലക്കാട് അഗളി പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കഞ്ചാവ് കൃഷി നടത്തിയിരുന്നത്. 3 മാസം പ്രായമായ 10,000-ഓളം കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. ഇതോടെ അന്വേഷണ സംഘം കഞ്ചാവ് ചെടികൾ നശിപ്പിച്ചു. കേരള തീവ്രവാദ വിരുദ്ധ സേനയും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സേനയും പുത്തൂർ പോലീസും ചേർന്നാണ് റെയ്ഡ് നടത്തിയത്. കാട്ടിലൂടെ ഏകദേശം 5 മണിക്കൂറോളം യാത്ര ചെയ്താണ് പോലീസ് അവിടെ എത്തിച്ചേർന്നത്. അട്ടപ്പാടിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കഞ്ചാവ് കൃഷി നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. കൃഷി ചെയ്യുന്നവരെക്കുറിച്ചും വിൽപ്പന നടത്തുന്നവരെക്കുറിച്ചും നിലവിൽ വിവരമില്ല. അന്വേഷണം നടക്കുകയാണ്. കേരള പോലീസിന്റെ തന്നെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷി വേട്ടകളിൽ ഒന്നാണിത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു. ദീപാവലിക്ക് ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാം. അനുമതി നൽകി സുപ്രീംകോടതി. ഡൽഹിയിൽ പടക്ക നിരോധനത്തിന് ഇളവ് വരുത്തി സുപ്രീംകോടതി. ദീപാവലി ദിവസവും അതിനു മുൻപും ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാമെന്ന് കോടതി അനുമതി നൽകി. ഈ മാസം 18-നും 21-നും ഇടയിൽ ഹരിത പടക്കങ്ങൾ പൊട്ടിക്കുവാനാണ് അനുമതി. പടക്കങ്ങൾ പൊട്ടിക്കുവാൻ സമയക്രമവും കോടതി നിശ്ചയിച്ചു. രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലും രാത്രി 8 മുതൽ 10 മണി വരെയും പടക്കങ്ങൾ ഉപയോഗിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ഹരിത പടക്കങ്ങൾ ഉണ്ടാക്കുന്ന ഇടങ്ങളിൽ പെട്രോളിംഗ് പരിശോധനകൾ നടത്തണം. വ്യാജ പടക്കങ്ങൾ കണ്ടെത്തിയാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി. 18-നും 21-നും ഇടയിലെ AQI റിപ്പോർട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് സമർപ്പിക്കുവാനും നിർദ്ദേശങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നേരെ പിഴ ഈടാക്കുമെന്നും കോടതി പറഞ്ഞു. സുപ്രീംകോടതി ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കുമെന്ന് ഡൽഹി പരിസ്ഥിതി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിസ്ര പ്രതികരിച്ചു. കുണ്ടറയ്ക്ക് പിന്നാലെ കടയ്ക്കലിലും CPIയിൽ പൊട്ടിത്തെറി. നേതാക്കൾ പാർട്ടി വിട്ടേക്കും. വിമതർ പ്രത്യേക യോഗം വിളിച്ചു. കുണ്ടറയ്ക്ക് പിന്നാലെ കടയ്ക്കലിലും CPIയിൽ പൊട്ടിത്തെറി.
കടക്കലിലെ നേതാക്കളും അണികളും പാർട്ടി വിടാൻ ഒരുങ്ങുന്നുവെന്നാണ് സൂചന. വിമതരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു. സിപിഐ നേതാവ് മുല്ലക്കര രത്നാകരന്റെ സഹോദരി അടക്കം യോഗത്തിൽ പങ്കെടുത്തു. സിപിഐയുടെ പ്രമുഖ നേതാക്കളടക്കം 300 പേരോളം കുണ്ട്രയിൽ പാർട്ടി വിടുവാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് കടക്കലിലും നൂറുകണക്കിന് ആളുകൾ സിപിഐ ബന്ധം ഉപേക്ഷിക്കുവാൻ നീക്കം നടത്തുന്നത്. കടക്കൽ മണ്ഡലം സെക്രട്ടറിയും സിപിഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന ജെസ്സി അനിലിനെതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടയിൽ ഭിന്നത രൂക്ഷമായത്. വിഭാഗീയത മൂലം സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറിയെ പോലും തിരഞ്ഞെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. ആക്ടിംഗ് മണ്ഡലം സെക്രട്ടറിയായി ലതാദേവിയെ തീരുമാനിച്ചു പിരിയുകയായിരുന്നു. പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കെയാണ് കടക്കൽ വ്യാപാര ഭവനിൽ സിപിഐ വിമതർ യോഗം ചേർന്നത്. മണ്ഡലം ഭാരവാഹികളായ 12 പേരും 3 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 75-ൽ പരം ബ്രാഞ്ച് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. സിപിഐ സംസ്ഥാന ഭാരവാഹിയും ജില്ലയുടെ ചുമതലക്കാരനുമായ മുല്ലക്കര രത്നാകരന്റെ സഹോദരി പി രജിത കുമാരി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യവും നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. വിമതരായ 100ഓളം നേതാക്കന്മാരും വലിയ ഒരു കൂട്ടം അണികളും സിപിഐഎമ്മിൽ ചേർന്ന് പ്രവർത്തിച്ചേക്കും എന്നാണ് വിവരം. കുട്ടിയുടെ അവകാശത്തിന് മുകളിലാണ് സ്കൂളിന്റെ അവകാശം. ഇങ്ങനെയുള്ള മന്ത്രിമാരെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കേണ്ടേ? വി ശിവൻകുട്ടിയെ തള്ളി സ്കൂൾ പിടിഎ. എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ സ്കൂൾ പിടിഎ പ്രസിഡന്റ്. സ്കൂൾ യൂണിഫോം ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് പിടിഎ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ പറഞ്ഞു. മുൻ നിലപാടിൽ നിന്നും ഒരു മാറ്റവുമില്ല. കുട്ടിയുടെ അവകാശത്തിന് മുകളിലാണ് സ്കൂളിന്റെ അവകാശം. സ്കൂൾ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്താമെന്ന് കുട്ടിയും രക്ഷിതാവും സമ്മതിച്ചതാണ്. പിന്നീട് മന്ത്രി പ്രതികരണവുമായി എത്തിയത് ശരിയായില്ലെന്നും പിടിഎ പ്രസിഡന്റ് വ്യക്തമാക്കി. കുട്ടിയുടെ അവകാശം പോലെ സ്കൂളിനും അവകാശമുണ്ട്. ഇങ്ങനെയുള്ള മന്ത്രിമാരെ വിദ്യാഭ്യാസം പോലെയുള്ള വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കേണ്ടേ? മുഖ്യമന്ത്രി നല്ല ശുദ്ധമായ കൈകളിലല്ലേ ഇതെല്ലാം കൊടുക്കേണ്ടത്? മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹൈക്കോടതി വിധിയെ തടുക്കുവാൻ മന്ത്രിക്ക് പറ്റില്ലല്ലോ. മന്ത്രിയെ വിജയിപ്പിച്ച ജനങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഹൈക്കോടതി വിധിയെ തടുക്കുവാൻ മന്ത്രിക്ക് പറ്റില്ലല്ലോ. സ്കൂൾ നിയമം തടുക്കുവാൻ മന്ത്രിക്ക് അവകാശമില്ല. സ്കൂളിന്റെ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് കുട്ടി ഇവിടെ തന്നെ തുടർന്ന് പഠിക്കണം എന്നാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം. കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടി ഈ സ്കൂളിൽ തന്നെ പഠിക്കും. കുട്ടിയുടെ അവകാശ ലംഘനത്തെക്കാൾ സ്ഥാപനത്തിന്റെ അവകാശത്തെക്കുറിച്ച് 2018 വിധിയിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പരിശോധിക്കപ്പെടേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂൾ എങ്ങനെയാണോ പ്രവർത്തിച്ചിരുന്നത് അതുപോലെ തുടർന്നും പ്രവർത്തിക്കണം എന്നാണ് പിടിഎ ആഗ്രഹിക്കുന്നത്. ഒരാൾക്ക് മാത്രമായി ഇളവ് ചെയ്യേണ്ട കാര്യമില്ല. മന്ത്രി ഇതൊക്കെ പറയുന്നതിന് മുൻപേ കാര്യങ്ങൾ ആലോചിക്കേണ്ടേ? മന്ത്രിയെ വിജയിപ്പിക്കുന്നത് ജനങ്ങളാണ്. സ്കൂൾ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊള്ളാമെന്ന് കുട്ടിയുടെ പിതാവ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ മന്ത്രിക്ക് ഇതിൽ എന്താണ് കാര്യമെന്നും ജോഷി കൈതവളപ്പിൽ ചോദിച്ചു. ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. കുട്ടിയോ രക്ഷിതാവോ ശിരോവസ്ത്രം വേണ്ടെന്ന് പറയുന്നതുവരെ ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലിരുന്ന് പഠിക്കുവാൻ കുട്ടിക്ക് അവകാശമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കുവാൻ പാടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. എംപിയെ തല്ലുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. പോലീസ് ദാസ്യപ്പണി അവസാനിപ്പിക്കണം. എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കില്ല. OJ ജനീഷ്. പേരാമ്പ്രയിലെ കേസിൽ പോലീസ് നടപടി അംഗീകരിക്കുവാനാവില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. സംഭവസ്ഥലത്ത് ഇല്ലാതിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വരെ അറസ്റ്റ് ചെയ്തു. വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. എംപിയെ തല്ലുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. പോലീസ് നടത്തുന്നത് പ്രതികാര നടപടി. എല്ലാ കാലത്തും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കില്ല. ഇത് പോലീസ് മനസ്സിലാക്കണം. പോലീസ് ദാസ്യപ്പണി അവസാനിപ്പിക്കണമെന്നും ജനീഷ് ആവശ്യപ്പെട്ടു. അബിൻ വർക്കി പറഞ്ഞത് സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കണമെന്ന ആവശ്യം മാത്രമാണ്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പ്രശ്നങ്ങളില്ല. നേതാക്കൾക്ക് ഒരു തരത്തിലുള്ള അതൃപ്തിയും ഇല്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ഇടപെട്ട് പരിശോധിക്കും. സംഘടനയ്ക്കുള്ളിൽ ഒരു അഭിപ്രായ ഭിന്നതയുമില്ല. നേതാക്കൾ ഇടപെട്ട് കൂട്ടായ തീരുമാനത്തിലാണ് നിയമനം. അബിൻ പാർട്ടി വിരുദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല. അബിൻ പറഞ്ഞത് സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കണം എന്ന ആവശ്യം മാത്രമാണ്. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും OJ ജനീഷ് വ്യക്തമാക്കി. കെനിയ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡിംഗെ കേരളത്തിൽ അന്തരിച്ചു.
കെനിയൻ മുൻ പ്രധാനമന്ത്രി റെയ്ല ഒഡുംഗെ കേരളത്തിൽ വെച്ച് അന്തരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച കൂത്താട്ടുകുളത്തെ ശ്രീധരീയം ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയതായിരുന്നു അദ്ദേഹം. പ്രഭാത നടത്തത്തിനിടെ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും തുടർന്ന് കുഴഞ്ഞു വീഴുകയുമായിരുന്നു. പിന്നീട് കൂത്താട്ടുകുളത്തെ ദേവമാതാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഹൃദയാഘാതത്തെ തുടർന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു. മകളും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു. മൃതദേഹം കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് റെയ്ല ഒഡുംഗെ ശ്രീധരീയം ആശുപത്രിയിൽ എത്തിയത്. കേരളവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ഇതിനു മുൻപും ആയുർവേദ ചികിത്സയ്ക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒഡുംഗെയുടെ മരണവുമായി ബന്ധപ്പെട്ട് കെനിയൻ അധികൃതരുമായും ഡൽഹിയിലെ കെനിയൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 2008 മുതൽ 2013 വരെ കെനിയയുടെ പ്രധാനമന്ത്രിയായിരുന്നു റെയ്ല ഒഡുംഗെ. 1997, 2007, 2013, 2017, 2022 എന്നീ വർഷങ്ങളിൽ പ്രധാനമന്ത്രി പദവിയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2022 പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ എതിരാളി വില്യം റുത്തോയോടാണ് ഒഡുംഗെ പരാജയപ്പെട്ടത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.